കോഴിക്കോടിലെ സരോവരം ബയോ പാർക്കിന്റെ അത്രയും ചെറിയ ഒരു മരുഭൂമി നമുക്ക് ഭൂമിയിലുണ്ട്. അതായത് ഭൂമിയിലെ ഏറ്റവും ചെറിയ മരുഭൂമിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാർക്രോസ് മരുഭൂമിയാണിത്. കാനഡയിലെ യുക്കോൺ പ്രവിശ്യയിലാണ് നമ്മുടെ ഈ കാർക്രോസ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുറച്ച് മൗണ്ടനസ് ഏരിയ ആണ്, എന്ന് വെച്ചാൽ മലയോര പ്രദേശമാണ്. ഇതിനടുത്തായിട്ട് ബെനറ്റ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തടാകമുണ്ട്. ഈ തടാകത്തിന് കരയിലായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ കാർക്രോസ് ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഒരു മരുഭൂമി എന്ന് വെച്ചാൽ 25 സെന്റിമീറ്ററിന് താഴെ അല്ലെങ്കിൽ 250 മില്ലിമീറ്ററിന് താഴെ വർഷത്തിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ്. ഈ പറഞ്ഞ കാർക്രോസ് ഡെസേർട്ടിലും മഴയുടെ അളവ് വളരെ കുറവാണ്. ഈ മൗണ്ടനസ് റീജിയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മൗണ്ടന്റെ റെയിൻ ഷാഡോ റീജിയൻ, അതായത് മഴനിഴൽ പ്രദേശത്താണ് നമ്മുടെ കാർക്രോസ് ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വരണ്ട കാലാവസ്ഥയും അതായത് ഹ്യൂമിഡിറ്റിയുടെ കുറവും അതുപോലെ സസ്യങ്ങളുടെ വളർച്ചയൊക്കെ ആ ഒരു വിധത്തിലായതുകൊണ്ടാണ് ഇതിനൊരു ഡെസേർട്ടായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പോൾ 10,000 വർഷത്തോളം പഴക്കമുള്ള ഈ മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ മരുഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ കേരള PSC എക്സാമിന് എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമാണിത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയൊക്കെ നമുക്ക് അറിയാം, സഹാറ മരുഭൂമിയാണ്. അതേസമയം ഏറ്റവും ചെറിയ മരുഭൂമി നമ്മുടെ കാർക്രോസ് ഡെസേർട്ടാണ്.